ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു ഓർക്കിഡാണ്. ഇത് പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് വിരിയാണ്ട്, വിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ വലുതാവും കേട്ടോ. ഇതിന് നല്ല സ്മെല്ലൊന്നുമില്ല, പക്ഷെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 1-2 മാസം നിൽക്കും പൂവ്. പ്രത്യേക പരിഗണനയൊന്നും വേണ്ട. ഒന്ന് നട്ടാൽ അതിൽ തന്നെ കുറേ തൈകൾ മുളച്ച് വരും കേട്ടോ. ഇത് ചട്ടിയിലും നിലത്തും എല്ലാം വളർത്താം. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ല വെയിൽ കൊള്ളണം. നല്ല വെയിൽ കൊണ്ടാൽ നല്ല മെറൂൺ കളറാവും കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു പോട്ടിൽ നിറയെ വെച്ചാലും നല്ല ഭംഗിയാണ്. നല്ല വെയിൽ വേണം. എനിക്കിവിടെ വെയിലാണ് കുറവ് കുറച്ച്. ഇത് നാടൻ ലെൻഡാനയിലെ തൈയാണ്. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് കുറ്റിച്ചെടിയാണ് കേട്ടോ. നിറയെ പൂവുണ്ടാവും. ഒരു റോസും മഞ്ഞയും എല്ലാം കൂടെ കലർന്ന പൂവാണ്. നല്ല ഭംഗിയാണ്. ഇത് ഞാൻ 30 രൂപയ്ക്ക് നൽകും കേട്ടോ ഓരോ തൈകളും. ഇത് കനകാംബര കളർ ഡബിൾ പെറ്റൽ ചെമ്പരത്തിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഈ ഓരോ തൈകളും 30 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് നമ്പ്യാർവട്ടത്തിൻ്റെ സിംഗിൾ പെറ്റലാണ്. മഴയത്തും വെയിലത്തും ഒക്കെ നിറയെ പൂവുണ്ടാവും. ഈ തൈയിൽ കണ്ടില്ലേ, അതാ മുട്ടിട്ടത്. ഈ ഒരു തൈ ഞാൻ 50 രൂപയ്ക്കാണ് നൽകുക. ഇത് 1-2 തൈയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. പൂവ് കാണാൻ നിറയെ പൂക്കും, ഇല കാണാണ്ട്. ഇത് സിങ്കോണിയാണ്. ഈ സിങ്കോണിയത്തിൻ്റെ ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം കേട്ടോ. ഇത് ക്രോട്ടൺ ചെടിയാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ വളഞ്ഞ് വരും കേട്ടോ. നല്ല ചുരുണ്ട് വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഓരോരോ തൈകളും 30 രൂപയ്ക്ക് നൽകും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഈ ക്രോട്ടനും വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ലോണം മഞ്ഞ വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം കുറേ ആളുകൾ ക്രോട്ടൺ ചെടി അന്വേഷിക്കുന്നുണ്ട്. ഇതും ഒരു ക്രോട്ടൺ ചെടിയാട്ടോ. ഇതും ഇല ഇങ്ങനെ ചുരുണ്ട് വരും. നല്ലോണം വലുതാവുന്നതിനനുസരിച്ച് മഞ്ഞ കളറ് നിറയെ വരും. പച്ച പോയിട്ട്. ഇത് അരേലിയൻ്റെ ഒരു വെരിഗേറ്റഡാണ്. ഈ തൈ ഞാൻ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ്. ഈ ക്രോട്ടൺ ചെടി ഈ മഞ്ഞ പുള്ളിയുള്ളത് 25 രൂപയ്ക്ക് നൽകും കേട്ടോ. റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. വെയിൽ കൊള്ളുമ്പോൾ തന്നെ ക്രോട്ടൺ ചെടിക്ക് പ്രധാനം വെയിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം വല്ലപ്പോഴും കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് വയലറ്റ് കളർ പൂവുണ്ടാകുന്ന പെൻഡാസിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. എൻ്റെ അടുത്ത് പിങ്ക് കളറും ഉണ്ട്, വയലറ്റും ഉണ്ട്, വെള്ളയുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് മഞ്ഞ പാഷൻ ഫ്രൂട്ടിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇതിൻ്റെ വള്ളീൻ്റെ വണ്ണം കണ്ടില്ലേ. ഇത് കഴിഞ്ഞ കൊല്ലം കുഴിച്ചിട്ടതിൽ ബാക്കിയുള്ളതാണ്. നല്ല മധുരമാണ് ഇതിൻ്റെ മഞ്ഞ പാഷൻ ഫ്രൂട്ടിന്. ഒരു തൈ 20 രൂപയ്ക്ക് നൽകിയ. ഇത് അരേലിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. വലിയ തൈ വേണ്ടവർക്ക് വലിയ തൈ ഉണ്ട്. ഇത് നല്ലോണം വെയിൽ കൊണ്ടാൽ നല്ല മഞ്ഞ കളറാവും കേട്ടോ. ഇത് ചെറിയ ആടലോടകത്തിൻ്റെ തൈയാണ്. കുട്ടികൾക്ക് ചുമയ്ക്കും ശ്വാസം മുട്ടനും ഒക്കെ ഇതിൻ്റെ നീര് ഇല വാട്ടിയിട്ട് നീര് കൊടുക്കാൻ നല്ലതാണ്. പനി ചുമയ്ക്കൊക്കെ നല്ലതാണ്. നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഓരോരോ തൈകളും ഞാൻ 40 രൂപയ്ക്ക് നൽകും. കുട്ടികളുള്ള വീട്ടിൽ ഇതിൻ്റെ ഒരു ചെടിക്ക് ഭയങ്കര ആവശ്യമാണ് കേട്ടോ. ഇത് പാർവതീൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും. വയലറ്റ് പാർവതി കേട്ടോ. നിറയെ പൂവുണ്ടാവും, ഇല കാണാണ്ട് പൂവുണ്ടാവേ. ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും. ഈ ചെമ്പരത്തിൻ്റെ ഈ പൂട്ട തൈകൾ 50 രൂപയ്ക്ക് നൽകുക. ഇത് മജന്ത കളറ് ചെറിയ പൂവാട്ടോ അതിലുണ്ടാവുക. ഇത് ഒരു ഓറഞ്ച് കളർ ചെമ്പരത്തി കേട്ടോ. ഇതാ മുട്ടിട്ട തൈയാണ്. ഇതാ ഈ കളറാണ്. 50 രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ. ഇത് ബോർഡർ ഗ്രാസ് ആണ്. 20 രൂപയ്ക്ക് ഈ പോട്ടിലുള്ള അത്രയും നൽകും കേട്ടോ.
ഇത് റോസ് കളർ തെച്ചീൻ്റെ ഫ്രൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. 20 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകുക. ഇത് മിനിയേച്ചർ തെച്ചീൻ്റെ കുറച്ച് വലുതാണ് കേട്ടോ. മിനിയേച്ചർ തെച്ചീൻ്റെ 40 രൂപയ്ക്കാണ് ഈ പോട്ടിലുള്ള മൊത്തം നൽകുക. 20 രൂപേൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. വേണ്ടവർക്ക് ഇതാ അതിൻ്റെ തന്നെ ചെറുതുണ്ട്, അത് 20 രൂപയ്ക്ക് നൽകുക. ഇത് ഈ വെരിഗേറ്റഡ് അരേലിയ, ഇത് ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ 20 രൂപയ്ക്ക്. ഇതൊരു പോട്ടിൽ വെക്കാൻ മാത്രമുണ്ട്, നല്ല ബുഷായിട്ട്. ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട്, 20 രൂപയ്ക്ക് നൽകും. ഇതും ഒരു അരേലിയ കേട്ടോ, ഗ്രീൻ അരേലിയാണ്. ഇതിൻ്റെ ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. ഇത് നമുക്ക് ബോർഡറായിട്ട് വളർത്താനും ഒരു പോട്ടിൽ നിറയെ വെക്കാനും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതും ഒരു ക്രോട്ടൺ ചെടി, നല്ല ഭംഗിയാണ്. ഈ ക്രോട്ടൺ ചെടി വലുതായി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല മാതിരി ഉണ്ടാവും. ഇതിൻ്റെ ഒരു തൈ റൂട്ട് വന്ന ഹെൽത്തി തൈ 30 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇതും ക്രോട്ടൺ ചെടിയാണ്. ഈ ക്രോട്ടൺ ചെടീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈ 30 രൂപയ്ക്ക് നൽകുക. ഇത് നല്ല മഞ്ഞ കളറാവും, വലുതാവുന്നതിനനുസരിച്ച് ഈ ഇല മൊത്തം മഞ്ഞ കളറാവും. ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ്. ഇത് ചുവപ്പും മെറൂണും ആവും കേട്ടോ വലുതാവുന്നതിനനുസരിച്ച്. ഇത് ഞാൻ 30 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇപ്പം എല്ലാവരും അന്വേഷിക്കാറുള്ളതാണ് ക്രോട്ടൺ ചെടി. പണ്ട് നമ്മളെല്ലാവരും വീട്ടിൻ്റെ മുറ്റത്ത് ഇഷ്ടംമാതിരി ഉണ്ടായതാണ്. അപ്പം വീണ്ടും അതിങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കോളിയസിൻ്റെ ഒരു 6ഓളം എൻ്റെ കയ്യിലുണ്ട്. ഓരോരോ കട്ടിങ്സും 10 രൂപയ്ക്ക് നൽകിയ. ഇത് കോഴിപ്പൂവിൻ്റെ ചെടിയാണ്. ഇത് പൂ വലുതാവും കേട്ടോ. 20 രൂപയ്ക്ക് ഈ ചെടി നൽകും കേട്ടോ. ഇത് നാരോ ലീഫ് സിങ്കോണിയത്തിൻ്റെ തൈയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് സ്റ്റിക്കിൻ്റെ മുകളിൽ വളർത്താം, അല്ലാണ്ട് ബുഷായിട്ട് വളർത്താം. 20 രൂപയ്ക്ക് ആ തൈ നൽകുക. ഇത് ബിഗോണിയാണ്. ഈ ബിഗോണിയൻ്റെ ഈ തൈ 20 രൂപയ്ക്ക് നൽകും. കട്ടിങ്സ് വേണ്ടവർക്ക് 10 രൂപയ്ക്ക് നൽകുക. ഇത് ഫിലോഡൻഡ്രോണിൻ്റെ ഫ്രൂട്ട് വന്ന ഹെൽത്തി അല്ല തൈയാണ്, 20 രൂപയ്ക്ക് നൽകുക. കട്ടിങ്സ് വേണ്ടവർക്ക് 10 രൂപയ്ക്ക് നൽകും. ഇത് സ്നേക്ക് പ്ലാന്റ് ഓരോന്നും 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് എല്ലാം വയ്ക്കാം. ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പോട്ടിൽ ബുഷായി നിർത്തിയാൽ ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ സിങ്കോണിയത്തിൻ്റെ ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. ഇത് ഒരു അരേലിയാണ്. ഈ അരേലിയൻ്റെ ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും കേട്ടോ. വലിയ തൈകളാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ കുറച്ച് നല്ല വലിയ ചെടിയാണ്. 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം. ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. സാധാ അഗ്ലോണിമയാണ്. ഇത് മോൺസ്ട്രേൻ്റെ ചെടിയാണ്. അതിൻ്റെ കട്ടിങ്സ് 10 രൂപയ്ക്കും റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടി 20 രൂപയ്ക്കും നൽകും കേട്ടോ. ഇതിൽ ഡിസൈൻ വരാനാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കുറ്റിമുല്ലേൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. കടല അടിഭാഗമൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് മൈസൂർ ജാസ്മിൻ കുറ്റിമുല്ലയാണ്. ചെറിയ റോസ് പൂ വിരിഞ്ഞ മാതിരി ഉണ്ടാവും. ഇതിൻ്റെ പൂവ് കാണാൻ ഡബിൾ പെറ്റലാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്രോട്ടൺ ചെടിയാണ്. ഇത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇങ്ങനെയാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. 25 രൂപയാണ് ഓരോരോ തൈകൾക്കും. നല്ല വെയിലാവുന്നതിനനുസരിച്ച് ചുവപ്പ് നിറയെ കയറി വരും ഇതിൽ. ആ കട്ട കാപ്പി കളറും ചുവപ്പും കൂടെ നിറയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ ഓരോരോ ചെറിയ തൈകൾ 1-2 ലീഫുള്ള ചെറിയ തൈകൾ ഞാൻ 20 രൂപയ്ക്ക് നൽകിയ. 2 ലീഫൊക്കെ ഉള്ള. ഇത് പോട്ട് മൊത്തമായി വേണ്ടവർക്ക് അതും നൽകും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ അഗ്ലോണിമ കാണാൻ. ഇത് ലക്കി ബാമ്പുവിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, 20 രൂപയ്ക്ക് നൽകും. കട്ടിങ്സ് 10 രൂപയ്ക്ക് നൽകും. ഇത് വള്ളിച്ചീരൻ്റെ തൈകളാണ്. ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ, വള്ളിച്ചീര.
അതിൽ പൂനാരങ്ങേൻ്റെ തൈയുണ്ട്, അത് 20 രൂപയ്ക്ക് നൽകുക. ഓരോരോ തൈകൾ പൂനാരങ്ങേൻ്റെ വേഗം കായ ഉണ്ടാവും കേട്ടോ തൈകൾ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2-3-4 തൈകൾ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് പോട്ട് മൊത്തമായിട്ട് വേണ്ടവർക്ക് അതും നൽകുക. നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു പോട്ടിലൊക്കെ വെച്ചാൽ. ഇത് സാധാ അഗ്ലോണിമയാണ്. ഓരോരോ തൈകളും 25 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ്, കുറച്ച് വെയിൽ കൊണ്ടാൽ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ വെക്കാം കേട്ടോ. ഇത് നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇല ചുരുണ്ട് നല്ല ഡാർക്ക് മെറൂൺ കളറാവും. ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. നേരത്തെ ഞാൻ കാണിച്ച കനകാംബര കളർ ഡബിൾ പെറ്റൽ ചെമ്പരത്തിൻ്റെ പൂവാണ്. ഇത് എപ്പീഷ്യൻ്റെ ചുവപ്പ് പൂവുണ്ടാവുന്ന എപ്പീഷ്യയ്ക്ക് പ്രധാനം അതിൻ്റെ ലീഫാട്ടോ. അതിൻ്റെ ചുവപ്പ് പൂവുണ്ടാവുന്നതുകൊണ്ട് പിങ്ക് പൂവുണ്ടാവുന്നതുകൊണ്ട് അതിൻ്റെ 3 ടൈപ്പ് എപ്പീഷ്യ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഓരോരോ തൈകളും 10 രൂപയ്ക്ക് നൽകും. ഇത് ഞാൻ നിലത്ത് വളർത്തിയതാട്ടോ. എപ്പീഷ്യ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ എല്ലാം വളർത്താം കേട്ടോ. അത് ഞാൻ നിലത്ത് ഇങ്ങനെ ബുഷായി വളർത്തിയതാണ്. നിറയെ പൂവുണ്ടാവും. പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിലും ചുവപ്പ് പൂവാണ് ഉണ്ടാവുക. ലീഫ് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഈ മെറൂൺ കളറ് ലീഫുള്ളതിൽ പിങ്ക് പൂവാണ് കേട്ടോ ഉണ്ടാവുക. നിറയെ പൂവുണ്ടാവും. ഞാൻ നിലത്തിങ്ങനെ റൗണ്ടിൽ വളർത്തിയതാണ്. ഇത് ആന്തൂര്യത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്, പൂവിട്ട ചെടിയാട്ടോ. ആന്തൂര്യത്തിൻ്റെ 100 രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ. പൂവിട്ട തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. നല്ല റെഡ് പൂവാണ്. ഇത് നാടൻ കലാഞ്ചിയുടെ തൈയാട്ടോ. ഇതിൽ ചുവപ്പ് പൂ കൊലകൊലയായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ തണുപ്പ് കാലം ആകുമ്പോഴാണ് ഇതിൽ പൂട്ട് തുടങ്ങുക. ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അതിന് കടഭാഗമൊക്കെ നല്ല വണ്ണം വെച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ബാൾസം ചെടീൻ്റെ ഒരു 5-6 കളർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് 10 രൂപയ്ക്ക് കട്ടിങ്സ് നൽകും. റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകൾ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് പെനിവേർട്ട്. ഇത് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം ഞാൻ 30 രൂപയ്ക്ക് നൽകും. ഇതൊരു വയലറ്റ് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകുക. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. മെക്സിക്കൻ സോഡ് എന്നാണ് ഇതിൻ്റെ പേര്. നിറയെ വെള്ളപ്പൂവുണ്ടാവും. ഓരോരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. കൊലകൊലയായിട്ട് പൂവുണ്ടാവും. പൂവുണ്ടായ കൊലകളാണ് കേട്ടോ ഇതൊക്കെ. അടിയിൽ വെള്ളം അല്ലെങ്കിൽ ഒരു ഈർപ്പുണ്ടായാൽ മതി, അതുണ്ടാവും. വെള്ളം വേണമെന്നൊന്നുമില്ല, കുറച്ചൊരു തണുപ്പ് വേണം. ഇത് ബിഗോണിയേൻ്റെ റെഡിൻ്റെയും വൈറ്റിൻ്റെയും റൂട്ട് വന്ന തൈകളുണ്ട്. 25 രൂപ 20 രൂപ നിരക്കിൽ ചെറിയ തൈകൾ നൽകുക. വലുപ്പത്തിനനുസരിച്ച്. ഇതെല്ലാം എപ്പീഷ്യ കേട്ടോ. എപ്പീഷ്യ ഞാനൊരു പോട്ടിൽ വളർത്തിയതാണ്. അതിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. പോട്ട് കാണാണ്ട് ഇലകളും പൂവും നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് പോട്ടിൽ വെച്ച എപ്പീഷ്യ, പോട്ടിനെയേ കാണുന്നില്ല. ഈ മണി പ്ലാന്റ് 10 രൂപയ്ക്ക് നൽകും കേട്ടോ. കട്ടിങ്സുകൾ ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും 10 രൂപയ്ക്ക്. ഇതാ ഞാൻ പറഞ്ഞ ബിഗോണിയേൻ്റെ റെഡിൻ്റെ വൈറ്റിൻ്റെ റൂട്ട് വന്ന ഇത്ര പോന്ന തൈകളാണ് 20 രൂപയ്ക്ക് നൽകുക. ഇത് ബാൾസത്തിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ട് തൈകളാണ്. ഒരു 5 കളറോളം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാട്ടോ. 20 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകുക. എല്ലാം പൂവിട്ട തൈകളാണ്. കടഭാഗമൊക്കെ നല്ല വണ്ണം വെച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഞങ്ങളവിടെ DTDC ഉണ്ട്, സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞാൽ 2 കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ. നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഏതാ അവൈലബിൾ വെച്ചാൽ അത് പറഞ്ഞാൽ മതി, അതിൽ കൂടെ അയച്ചു തരും കേട്ടോ. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും
സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഡിഫൻബാച്ചിയൻ്റെ തൈകളാണ്, ചെടിയാണ്. ഇതിൻ്റെ ഇല നല്ല വിഷമാണെന്നാണ് പറയുന്നത്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ട് തൈകളുണ്ട്. 20 രൂപയ്ക്ക് നൽകിയ ചെറിയ ചെറിയ തൈകൾ, നല്ല ചെറുതല്ല. ഇത് ഭംഗിയല്ല ഇതിൻ്റെ ലീഫ് കാണാൻ. ഇതിന് നല്ല വിഷമുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കളർ ചെടീൻ്റെ ലീഫിനും വിഷമുണ്ട് പോലും. ഇതിന് കുറച്ചധികം വിഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതെല്ലാവരും വളർത്തുന്നുമുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.